ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിൽ അഞ്ചരക്കണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ വന്നത് ഫെമിതേനെ കാണാനാണ്. ഫെമിതയ്ക്ക് പറ്റിയ ഒരു വരനെ നമുക്ക് കണ്ടെത്തണം. ഫെമിതയ്ക്ക് സംസാരിക്കാനും കേൾക്കാനും ബുദ്ധിമുട്ടാണ്. കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ഉള്ളിലേക്ക് പോയിട്ട് അവരോട് ചോദിക്കാം. ഈ കാണുന്നതാണ് കേട്ടോ ഫെമിതേൻ്റെ വീട്. ഇത് ഫെമിതേൻ്റെ ബ്രദറാണ്. നിങ്ങളുടെ പേരെന്താ? ഇതാണ് കേട്ടോ ഫെമിത. ഓള് പറയാ ഓള് എല്ലായിടത്തിലും നടന്നു പോയിട്ടൊക്കെ ചെയ്യും, ചെടിയൊക്കെ ഓള് തന്നെ ആക്കിയതാണ് എന്നൊക്കെ പറഞ്ഞു. ഇവിടെ ഒരുപാട് അപ്പൊ ഇതങ്ങ് കണ്ടാൽ മനസ്സിലാവും. ഇവിടെ ഒരുപാട് ചെടികളുണ്ട്. ഇതൊക്കെ ഓളെ തന്നെ എല്ലാം പരിപാലിക്കുന്ന ഓളാണ് കേട്ടോ പറഞ്ഞേ. നടന്നു പോകും എല്ലായിടത്തിലും, വണ്ടിയിലൊന്നല്ല പോവാന്ന്. ഫുള്ള് നടന്ന് നല്ല ഉഷാറാണ്, നല്ല ആക്റ്റീവ് ആയിട്ടുള്ള ഒരു മോളാണ്. ആ ഫെമിതയ്ക്ക് ജന്മന ഉള്ളതാണ് ഈ സംസാരിക്കാൻ കേൾക്കാനുള്ള. നിങ്ങൾ എത്ര മക്കളാ? 6 മക്കള്. അപ്പോൾ ഫെമിത ഏറ്റവും ഇളയതാണോ? ഫെമിത എൻ്റെ നേരെ അനിയത്തിയാണ്, എൻ്റെ നേരെ അനുസരിച്ച്. എത്ര ആൺകുട്ടികളാ? 2 ആളാണ്. 2 ആൺകുട്ടികൾ അല്ലേ? എൻ്റെ അനിയൻ. ഇവിടെ നേരെ അനിയനാണ്. ശരി. ഫെമിതയ്ക്ക് എത്ര വയസ്സായി ഇപ്പോൾ? 36 വയസ്സായി. 36. അപ്പോൾ കല്യാണ ആലോചന നോക്കിയില്ലേനോ? കല്യാണ ആലോചന നോക്കിയെന്നിരിക്കുക. നമ്മളിപ്പോൾ മുന്നേ കല്യാണം കഴിഞ്ഞതാണെന്നോളെ. കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം 1 വർഷത്തോളം ഉണ്ടായിരുന്നു. പിന്നെ അപ്പോൾ അവർ രണ്ടാളും കമ്മ്യൂണിക്കേറ്റ് ഒന്നും റെഡി ആകാത്തതുകൊണ്ട് അതങ്ങനെ ഒഴിവായി. ആ വിവാഹം ഡിവോഴ്സ് ആയിട്ട് ഇപ്പോൾ എത്രയായി? ഡിവോഴ്സ് ആയിട്ട് ഇപ്പോൾ ഒരു 2 വർഷം കഴിഞ്ഞു. അത് സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളായിരുന്നു അല്ലേ? അതെത്ര കാലം നിലനിൽക്കുക? അത് ഏകദേശം ഒരു വർഷം. 1 വർഷം നിന്നിട്ട് അങ്ങനെ ഡിവോഴ്സ് ആയത്. അതിന്റെ ലീഗലി ഒക്കെ ഡിവോഴ്സ് ആയതല്ലേ നിയമപരമായിട്ട്? രേഖയും തെളിവെല്ലാം ഉണ്ട്. നിയമപരമായിട്ട് തന്നെ ഒഴിവായതാണ്. അപ്പോൾ ഫെമിത എത്ര വരെയാണ് പഠിച്ചേ? ഫെമിത 10ാം ക്ലാസ് വരെ പഠിച്ചിന്. നോർമലി സ്കൂളിലാണ് പഠിച്ചിന്. നോർമൽ സ്കൂൾ. സൈൻ ലാംഗ്വേജ് അറിയോ? സൈൻ ലാംഗ്വേജ് അറിയില്ല. ഓളെ നമ്മളായിട്ടുള്ള ഒരു ലാംഗ്വേജാണ് ഇപ്പോൾ ഒക്കെ അറിയാതെ. പിന്നെ ഓളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ആണെങ്കിൽ ഒരാഴ്ച കൊണ്ട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ആവും. ഓളായിട്ടൊന്ന് പരിചയപ്പെട്ട് കഴിഞ്ഞാൽ ഒരാഴ്ചൻ്റെ ഉള്ളിൽ തന്നെ കമ്മ്യൂണിക്കേറ്റ് അപ്പുറം ഇപ്പുറം മനസ്സിലാവും. അപ്പോൾ പിന്നെ ചുണ്ടിൻ്റെ ഇത് നോക്കിയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കലുണ്ടോ? ഇല്ല കൈകൊണ്ട് മാത്രമാണ് നിങ്ങൾ കാണിക്കല്? കൈകൊണ്ട് അങ്ങനെ കാണിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. പിന്നെ ചുണ്ടിൻ്റെ ഇത് പറയുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. കാര്യങ്ങളെല്ലാം ചെയ്യാനെല്ലാം അറിയാം. നമ്മളപ്പോൾ തന്നെ നോർമലായിട്ടുള്ള പിന്നെ ബുദ്ധിയില്ലാന്ന് കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മളെക്കാട്ടിയും മൂവ് ചെയ്യാനുള്ളൊരു ഇതുണ്ട് കൈകൊണ്ട് നോക്കി. എല്ലാ കാര്യങ്ങളും ഫെമിത ചെയ്യലുണ്ട്. നല്ല ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണ് അല്ലേ? ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഭക്ഷണം വെക്കലും കാര്യങ്ങളും പിള്ളേരെ നോക്കലും എല്ലാം നല്ല പെർഫെക്റ്റാണ്. അവള് പറയുന്നത് സംസാരിക്കാൻ പറ്റുന്ന ആൾ തന്നെ വേണമെന്ന് പറയുന്നത്, നോർമലായിട്ടുള്ള ആൾ തന്നെ വേണമെന്ന് പറയുന്നത്. നമ്മൾ സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരാളായിരുന്നു ഇങ്ങനെ കല്യാണം കഴിച്ചിട്ട് ഇപ്പോൾ ഡിവോഴ്സ് ആയത് അല്ലേ? അത് നമ്മൾ നല്ല രീതിയിൽ അങ്ങ് പോകുമെന്ന് വിചാരിച്ചിട്ട് അത് ഇങ്ങനെയായി അല്ലേ? വിവാഹ ജീവിതം ഇപ്പോൾ ഇവർക്ക് സംസാരിക്കാനും കേൾക്കാനുള്ള ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ തന്നെയുള്ള ഒരാളെ കല്യാണം കഴിക്കലാണ് ഏറ്റവും ബെറ്റർ. അങ്ങനെയല്ല, ഇപ്പോൾ ഓരോരുത്തരുടെ രീതി അനുസരിച്ചാണ്. ചിലർക്ക് അങ്ങനെയുള്ള കല്യാണം കഴിക്കുമ്പോഴേക്കും ഏറ്റവും കംഫർട്ട്. കാരണം അവർക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യാനായാലും അവരുടെ കാര്യങ്ങൾക്കൊക്കെ. ചിലർക്ക് സംസാരിക്കുന്ന ആളായിരിക്കും കംഫർട്ട്. അത് ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ്. അപ്പോൾ ഫെമിതയ്ക്ക് സൈൻ ലാംഗ്വേജ് നമ്മുടെ സ്കൂളിലൊക്കെ പഠിപ്പിക്കുന്ന ആ രീതിയിലുള്ള സൈൻ ലാംഗ്വേജ് അറിയില്ല. അവൾ തന്നെ പഠിച്ചെടുത്ത ഒരു സൈൻ ലാംഗ്വേജ് ആണ്. അതേപോലെ ഇവരൊക്കെ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഇവരുടെ തന്നെ ഒരു ഭാഷയാണ്. അപ്പോൾ ഇക്ക പറഞ്ഞത് പെട്ടെന്ന് തന്നെ അത് പഠിച്ചെടുക്കാനൊക്കെ പറ്റുമെന്നാണ്. അപ്പോൾ ഫെമിത ഇപ്പം പറയുന്നത് സംസാരിക്കാൻ പറ്റുന്ന ഒരാളെയാണ് വേണ്ടത് എന്നാണ്. 36 വയസ്സാണ് ആയത്. നമുക്കൊരു എത്ര വയസ്സ് വരെയുള്ള ആലോചന സ്വീകരിക്കാം? ഇപ്പോൾ ഒരു 40-45 ആയാലും കുഴപ്പമില്ല. 45-ന്റെ ഉള്ളിൽ അല്ലേ? 45-ന്റെ ഉള്ളിൽ.
അപ്പോൾ 45 വയസ്സിൻ്റെ ഉള്ളിലുള്ള ആളുകൾ വരും. അപ്പോൾ ആ വയസ്സിൻ്റെ ഉള്ളിൽ എന്ന് പറയുമ്പോൾ ഭാര്യ മരിച്ചതില്ലെങ്കിൽ ഡിവോഴ്സ് ആയ ആൾക്കാരായിരിക്കും ഉണ്ടാവുക. അത് നമ്മൾ സ്വീകരിക്കുമല്ലേ? അതിൽ തന്നെ കുട്ടികളുള്ള വല്ലത് നമുക്ക് പറ്റുമോ? കുട്ടികൾ ഉള്ളത് ബാധ്യത ഇല്ലാത്തതാണ് വേണ്ടത് അല്ലേ? അങ്ങനെ ബാധ്യത ഇല്ലാത്ത ആലോചനയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആളുകൾ കോണ്ടാക്ട് ചെയ്യണം. നമ്മൾ ഇതിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് വെച്ചാൽ ഇവർക്ക് എത്രയും പെട്ടെന്ന് നല്ലൊരാളെ കിട്ടുക എന്നുള്ളൊരു കാര്യത്തിന് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ വിവാഹം ചെയ്യാൻ വരുമ്പോൾ ഇവരെ പറ്റി A to Z പഠിക്കുക. നമ്മളിതിൻ്റെ മുമ്പ് ഒരു കല്യാണത്തിൽ ചെറിയൊരു വിഷയം ഉണ്ടായതൊക്കെ പറഞ്ഞിരുന്നല്ലോ, അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതന്നെ അതിൻ്റെയൊക്കെ വിഷയം എന്ന് വെച്ചാൽ നമ്മൾ എടുത്ത് ചാടിയിട്ട് ഒന്നിനും വരാതിരിക്കുക. ഇപ്പോൾ സംസാരിക്കാനൊക്കെ പറ്റുന്ന ഒരാൾ വരുമ്പോൾ നിങ്ങൾക്ക് അപാരമായ ക്ഷമയും കാര്യങ്ങളൊക്കെ വേണം. കാരണം നിങ്ങൾ പെട്ടെന്ന് പറയുന്ന വലിക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റിയെന്ന് ചിലപ്പോൾ വരില്ല. അത് പഠിച്ചെടുക്കാൻ കുറച്ച് സമയം എടുത്തേക്കും. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനുള്ളൊരു ബോധം നിങ്ങൾക്ക് വേണം. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒരു നോർമലാണ്, ഒരു വിഷയങ്ങളിലും ഇവിടുത്തെ വീട്ടു ജോലി ആയാലും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. പക്ഷെ നിങ്ങൾ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവരത് ക്യാച്ച് ചെയ്യുന്നതിലൊക്കെയുള്ള ചില പരിമിതികളുണ്ടാവും. അത് ഉൾക്കൊണ്ടിട്ട് മാത്രം മുമ്പോട്ട് വരിക എന്നാണ് എല്ലാവരോടും പറയാനുള്ളത്. അതേപോലെ തന്നെ പിന്നെ നമ്മളിപ്പോൾ വീഡിയോ ചെയ്യുന്ന കല്യാണത്തിന് വേണ്ടിയിട്ട് ഒരുപാട് സ്ഥലത്ത് നിന്ന് ആളുകൾ നമ്മൾ വിളിക്കും, പല ജില്ലയിൽ നിന്ന് വിളിക്കും. നിങ്ങൾക്ക് ജില്ലാ പ്രശ്നമുണ്ടോ? ജില്ല എങ്ങനെ കണ്ണൂർ ജില്ലയിൽ കിട്ടിയാൽ ഏറ്റവും നല്ലത്, ബെറ്റർ. പിന്നെ നമ്മൾ അതിൻ്റെ ആലോചിച്ചിട്ട് പറയാം. നമ്മൾ ഏറ്റവും നോക്കുന്ന അടുത്തുള്ള ജില്ലകൾ തന്നെയാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കണ്ണൂർ ജില്ലയാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ്. പിന്നെ തൊട്ടടുത്തുള്ള ജില്ലകൾ കോളുകൾ വരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കിയിട്ട് ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും കോളുകൾ വരിക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ എത്രയും പെട്ടെന്ന് അങ്ങനെ കോളുകൾ വരട്ടെ അല്ലേ? മിതേനോട് എന്തൊക്കെയോ ചോദിക്കണമെന്നുണ്ട്, പക്ഷേ ഇങ്ങനെ വീഡിയോ കാണുമ്പോൾ പറയലുണ്ട്, വീഡിയോ ചെയ്താൽ ഇങ്ങനെ കല്യാണമൊക്കെ തീർച്ചയായും. കാരണം സംസാരിക്കാനും കേൾക്കാനും ബുദ്ധിമുട്ടുള്ള മക്കളുടെ കല്യാണമാണ് നമ്മുടെ ഇതിൽ ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളവരെ സ്വീകരിക്കാൻ ഒരുപാട് ആൾക്കാർ മുമ്പോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഇവരെല്ലാ കാര്യത്തിനും ആക്റ്റീവ് ഉഷാറാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരാൾ തന്നെ വരട്ടെ, എത്രയും പെട്ടെന്ന് എല്ലാം റെഡി ആവട്ടെ. ഇവിടെ കണ്ണൂരുള്ള ഒരു സിസ്റ്റം ആണല്ലോ, ഭാര്യ വീട്ടിൽ കല്യാണം കഴിഞ്ഞാൽ അങ്ങനെ ഒരു സിസ്റ്റം ആണല്ലോ വന്ന് നിൽക്കുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങോട്ട് വന്ന് നിൽക്കുന്ന ആളെ തന്നെയാണ് അല്ലേ? അങ്ങനെയല്ലേ വേണ്ടിയ? ഇങ്ങോട്ട് വന്ന് നിൽക്കുന്നതാണ് കൂടുതൽ താല്പര്യം. പിന്നെ നമുക്ക് ആലോചിച്ചിട്ട് പറയാം, കോളുകൾ വരുന്നതിന് അടിസ്ഥാനത്തിൽ നോക്കിയിട്ട് ചെയ്യാം അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും കോളുകൾ വരിക എന്നുള്ളതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരുപാട് ആൾക്കാർ പല സ്ഥലത്തുനിന്ന് പല മനസ്സുള്ളവരാണ് വിളിക്കുക. എല്ലാവരെ പറ്റിയും നല്ലപോലെ അന്വേഷിക്കണം. കല്യാണ ശേഷമുള്ള ഒരു കാര്യത്തിന് എനിക്ക് യാതൊരു വിധ ഉത്തരവാദിത്വം ഉണ്ടാവില്ല. നിങ്ങൾ അന്വേഷിച്ച് ചെയ്യുക കേട്ടോ. അവളോട് പിന്നെ നിങ്ങൾ അവളോട് പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞേക്ക്. അപ്പോൾ എത്രയും പെട്ടെന്ന് റെഡി ആവട്ടെ. അപ്പോൾ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് കൂടുതലായിട്ട് പറയാനുണ്ടോ? ഓക്കെ. അപ്പോൾ നമ്മൾ ഇതിൽ എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അവളെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, അവൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്യലുണ്ട്. അവൾ 10ാം ക്ലാസ് വരെയാണ് പഠിച്ചത്, സാധാ സ്കൂളാണ് പഠിച്ചത്. അപ്പോൾ അവൾക്ക് സൈൻ ലാംഗ്വേജ് അറിയില്ല, അവൾ ഇവളുടെ ഒരു ഭാഷയിലാണ് സംസാരിക്കൽ. ഇപ്പോൾ ഇവർ 6 മക്കളല്ലേ? 6 മക്കളാണ്. അപ്പോൾ ഒരനിയനിക്കും ഇതേപോലെ സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവരുടെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട്. ഇപ്പോൾ നമ്മളൊരു 10 മിനിറ്റ് വീഡിയോയിൽ കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കുന്നതിന് ഒരുപാട് പരിമിതികളുണ്ട്. അപ്പോൾ കൂടുതലായിട്ട് അറിയേണ്ട ആൾക്കാർക്കൊക്കെ ഇവിടെ വന്ന് നല്ല ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുക. അതേപോലെ ഇവരോടും നല്ല രീതിയിൽ അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. 2 കൂട്ടരും നല്ലപോലെ അന്വേഷിച്ചിട്ട് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. 36 വയസ്സാണ് ആയത്. ഇനി നമുക്ക് സമയം ലേറ്റ് ആക്കാനില്ല. അപ്പോൾ ഈ ഒരു വയസ്സിൻ്റെ ഇടയിൽ എന്ന് പറഞ്ഞാൽ അവൾ ഫസ്റ്റ് വിവാഹം തന്നെ ചെയ്തിട്ടുണ്ടാവും ഒരു 33 ആ ഒരു വയസ്സിലായിരിക്കും അല്ലേ? ആ ഒരു വയസ്സ് റേഞ്ചിലായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അതുവരെ ലേറ്റ് ആയത് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഈ ഡിഫറെൻ്റ്ലി ഏബിൾഡായ മക്കളുടെ ഒരു വിവാഹമൊക്കെ കൂടുതലായിട്ട് നടക്കാനൊക്കെ തുടങ്ങിയത് ഇപ്പോൾ ഈ ഒരു അടുത്ത കാലത്താണ്. അതുവരേക്കും അവരുടെ വിവാഹം വളരെ ചുരുങ്ങിയ രീതിയിൽ മാത്രമേ നടന്നിരുന്നുള്ളൂ. അതെന്തോ ഒരു ഭയങ്കര സംഭവമാണ് എന്നുള്ളൊരു ചിന്താഗതിയായിരുന്നു സമൂഹത്തിനുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ അത് ഒരുപാട് മാറി വന്നിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ഇങ്ങനെയുള്ള മക്കളെ സ്വീകരിക്കാൻ മുമ്പോട്ട് വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് മുമ്പുള്ള ആൾക്കാരതൊക്കെ ഇതേപോലെ ലേറ്റ് ആയിട്ടാണ് വിവാഹമൊക്കെ നടന്നത്. നിങ്ങൾ ഫെമിതേൻ്റെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം, എല്ലാവരിലേക്കും എത്തിക്കണം. ആത്മാർത്ഥതയോടുകൂടി ഒരാൾ മുമ്പോട്ട് വരണം. അനാവശ്യമായിട്ട് ഒരാൾ പോലും ഇതിൽ കോൾ ചെയ്യരുത്. എല്ലാം പരിപൂർണമായിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രം വിളിക്കുക. ഇപ്പോൾ കൂടുതലായിട്ടൊന്നുമില്ല. ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, നിങ്ങൾക്ക് മരണം വരെ ഫെമിതേനെ നോക്കുന്നുള്ള ഉറപ്പുള്ളവർ മാത്രം വന്നാൽ മതി കേട്ടോ. കൂടുതലായിട്ട് ആരെയും നിർബന്ധിക്കുകയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. കല്യാണത്തിന് ശേഷം ഒരു വിഷയം ഉണ്ടാവരുത്. മരണം വരെ ഹാപ്പി ആയിട്ട് ജീവിക്കണം. ആ ഒരു കോൺഫിഡൻസ് ഉള്ളവർ മാത്രം വരിക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഇതേപോലെയുള്ള മറ്റൊരാളുടെ വിവാഹ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം.
ബൈ.